എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്നൊരു വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഫോളോവേഴ്സിലെ സ്കൂളിൽ പോകുന്ന കുഞ്ഞു മക്കളൊക്കെയുള്ള പേരൻസിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. ഇനിയിപ്പം നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ടിപ്സുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. നമ്മുടെ ഈ തമ്പിലൈനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഉഴപ്പന്മാരെയും മടിച്ചുകളെയും മടിയന്മാരെയും ഒക്കെ നമ്മളിങ്ങനെ തൂത്തു വാരിയെടുത്ത് പോളിഷ് ചെയ്ത് അടിപൊളിയാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും സ്കിപ്പ് അടിക്കാണ്ട് വീഡിയോ കാണുക, കമൻസുകളൊക്കെ പറയുക. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. യെസ് ഫ്രണ്ട്സ്, അപ്പോൾ പണ്ടത്തെ പേരൻസും, അതായത് കഴിഞ്ഞ തലമുറയിലെ പേരൻസും ഇപ്പോഴത്തെ പേരൻസും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ്? കഴിഞ്ഞ തലമുറയിലെ പേരൻസിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ പിള്ളേർക്ക് ഇച്ചിരി ചോറും കറിയൊക്കെ വെച്ച് കൊടുത്ത് പിള്ളേരെ സ്കൂളിലോട്ടങ്ങ് അയക്കും അല്ലേ. അതല്ല എങ്കിൽ സ്കൂളിൽ ഉച്ചക്കഞ്ഞി കാണും. അപ്പോൾ പിന്നെ കാര്യങ്ങളൊക്കെ വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് അങ്ങ് പോകും. ഇതിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പിള്ളേർ അടിച്ചു പൊളിച്ച് പഠിച്ച് മുന്നോട്ടങ്ങ് പോകും. ഇനി ഉഴപ്പന്മാരുടെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ ആ വഴിയിൽ പഠനം അങ്ങോട്ട് ഉപേക്ഷിച്ച് ഇടവഴികളിലോട്ട് അങ്ങ് തിരിഞ്ഞു പോകും അല്ലേ. ശരിക്കും പറഞ്ഞാൽ വീട്ടുകാർക്കും പ്രശ്നമില്ല, ഇവർക്കും പ്രശ്നമില്ല. കാര്യങ്ങൾ എങ്ങനെയൊക്കെ സാധിക്കുമെന്ന് വീട്ടുകാർ വിചാരിക്കും അല്ലേ. കുഴപ്പമില്ല, അവന് ഏതെങ്കിലും രീതിയിലൊക്കെ ജീവിതം അങ്ങ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളും, ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ പെങ്കൊച്ചുങ്ങളാണെങ്കിൽ കുഴപ്പമില്ല, ഒരു 10-17 വയസ്സാകുമ്പോൾ കെട്ടിച്ചങ്ങ് വിടാം. അതുകൊണ്ട് ഈ വിദ്യാഭ്യാസ കാര്യത്തെപ്പറ്റി വളരെ ടെൻഷൻ അടിക്കുന്ന ആളുകളൊന്നുമില്ലായിരുന്നു. വളരെ കുറച്ച് പേർ മാത്രം കുഞ്ഞുങ്ങളെ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകുമായിരുന്നു. അവർക്ക് അതിൻ്റേതായിട്ടുള്ള റിസൾട്ടും കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മാതാപിതാക്കൾ ഒരുപാട് എഫോർട്ട് എടുക്കുന്നുണ്ടല്ലേ. എല്ലാ കാര്യങ്ങൾക്കും കുഞ്ഞുങ്ങൾ ഏറ്റവും മികച്ചവരായിരിക്കണം, എല്ലാ കാര്യത്തിലും ഒന്നാമതെത്തണമെന്നുള്ള ആഗ്രഹം ഭയങ്കരമാണ് അവർക്ക്. ഇനിയിപ്പം നമ്മുടെ കയ്യിൽ കാര്യങ്ങൾ ഒന്നുമില്ല എങ്കിൽ പോലും എവിടെ നിന്നെങ്കിലും ഒപ്പിച്ചെടുത്ത് കുഞ്ഞുങ്ങളെ എല്ലാ രീതിയിലും മറ്റു കുട്ടികളുടെ ഒപ്പം തന്നെ എത്തിക്കണം. ഏറ്റവും നല്ല സ്കൂളിൽ പഠിപ്പിക്കണം, അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. ഇനി സ്കൂളിലേക്ക് വിട്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്തൊക്കെ തിരക്കുകൾ മാറ്റി വെച്ചാലും അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കും. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അവരുടെ ഒപ്പം ഇരുന്ന് നമ്മൾ പഠിപ്പിക്കും. ഇങ്ങനെ ഒരുപാട് എഫോർട്ടുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. നമ്മൾ ഈ കൊടുക്കുന്ന എഫോർട്ടിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് നമ്മളുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് നമ്മുടെ ഒരു പേരൻസ് മീറ്റിങ്ങിലേക്ക് ചെല്ലുവാണ്. ശരിക്കും പേരൻസ് മീറ്റിങ്ങിന് ചെല്ലുമ്പോഴേ ഈ അമ്മമാരൊക്കെ എങ്ങനെയാണ്, അച്ഛന്മാരെ ഞാൻ അധികം പറയുന്നില്ല, എങ്കിലും അമ്മമാരെങ്ങനെയാണ് നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമയിലെ ശോഭനയെ പോലെയാണ്. നമ്മൾ ആ ഫസ്റ്റ് ഷോട്ടൊന്ന് ഓർത്ത് നോക്കിയ ശോഭനയുടെ അതേപോലെ ഏറ്റവും നല്ല കോസ്റ്റ്യൂമൊക്കെ ഇട്ട് നല്ല അണിഞ്ഞൊരുങ്ങി നല്ല സ്റ്റൈലായിട്ട് പോകും നമ്മുടെ അമ്മമാരൊക്കെ അല്ലേ. എന്നുവെച്ചാൽ ആ കാര്യം വേറൊന്നുമല്ല, അവിടെ ഈ ബാക്കി അമ്മമാരൊക്കെ ഉണ്ട്, എല്ലാവരും ഒരു മത്സരമാണ്. ഏറ്റവും നല്ല കോസ്റ്റ്യൂം ആരാണ്, ഏറ്റവും നല്ല ഹെയർ സ്റ്റൈൽ ആരുടെയാണ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു മത്സരം അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിലേക്ക് കയറി ചെല്ലും. അവിടെ നമ്മൾ ടീച്ചർ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്, കൊട്ടക്കണക്കിന് പരാതിയായിട്ടാണ് കാത്തിരിക്കുന്നത്. പഠിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, ഉഴപ്പന്മാരാണ്, ബഹളമാണ്, സംസാരമാണ്, പ്രൊനൗൺസിയേഷൻ ശരിയല്ല, സ്പെല്ലിംഗ് ഇല്ല. ദൈവമേ, കേട്ട് അവസാനം എങ്ങനെയാണ് ഈ രാമനാഥൻ നമ്മുടെ ശോഭനയെ ഓരോ നമ്മുടെ റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോകത്തില്ലേ ഡാൻസ് കളിക്കുന്നത്, അതേപോലെയാണ് ഓരോ ക്ലാസ് റൂമിലേക്ക് ഇങ്ങനെ നമ്മളെ ആനയിച്ച് കൊണ്ടുപോയി ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഫസ്റ്റ് ഷോട്ടിൽ നമ്മുടെ ശോഭന ഒരുങ്ങിയിരുന്ന ആ ഷോട്ടൊക്കെ മാറി അവസാനം ആകെ വയലൻ്റായിട്ട് നിൽക്കുന്ന പോലെയാണ് നമ്മൾ തിരിച്ചു വരുന്നത്. ആരെയും കാണാനും വയ്യ, എടുക്കാനും വയ്യ, വിഷമിച്ച് ആകെപ്പാടെ ഞാൻ എന്തിനാണ് എൻ്റെ ദൈവമേ കഷ്ടപ്പെട്ട് ഇങ്ങനെ പഠിപ്പിക്കുന്നതെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ടായിരിക്കും വരുന്നതല്ലേ. അതിനുള്ള കാരണം എന്താണ്? നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇൻപുട്ട് കുട്ടികളിൽ നിന്നും ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു വിഷമം. അത് എല്ലാ പേരൻസിനും ഉള്ളൊരു വലിയൊരു ടെൻഷനാണ്. പ്രത്യേകിച്ച് ഈ പേരൻസ് മീറ്റിംഗ്, എക്സാം, ഇതൊക്കെ നമ്മളെ എപ്പോഴും പേടിപ്പെടുത്തുന്ന, ടെൻഷൻ അടുപ്പിക്കുന്ന കാര്യങ്ങളാണല്ലേ. യെസ് ഫ്രണ്ട്സ്, അപ്പോൾ ഒരുപാട് പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. ഞാൻ ആദ്യം തന്നെ ഒന്നാമത്തെ ടിപ്പിലേക്ക് കടക്കുകയാണ്, കൺട്രോൾ. ശരിക്കും കഴിഞ്ഞ കാലഘട്ടത്തിലെ പേരൻസും ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പേരൻസിനെ ഞാൻ വീണ്ടും ഇതിലേക്ക് കൊണ്ടുവരുവാണ്. കാരണം മറ്റൊന്നുമല്ല, പഴയ കാലങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും ഒരു കൺട്രോൾ ഉണ്ടായിരുന്നു മാതാപിതാക്കൾക്ക്. ലാളിക്കുന്ന കാര്യങ്ങളിലാണെങ്കിലും, കൊച്ചുമക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, ഇനിയും എന്തെങ്കിലും കളിപ്പാട്ടങ്ങൾ മേടിച്ച് കൊടുക്കുന്ന കാര്യത്തിലും ഒക്കെ അവരുടെ ഭാഗത്തു നിന്നുള്ള നിയന്ത്രണം ഉണ്ടായിരുന്നു. പക്ഷേ കാലം മാറിയപ്പം ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു നിയന്ത്രണത്തിലും രക്ഷിതാക്കൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. സത്യമല്ലേ ഞാൻ പറയുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണ്ടത്തെ അച്ഛനമ്മമാർ പിള്ളേരെ ഒരുപാടങ്ങ് കൊഞ്ചിച്ച് വഷളാക്കത്തില്ലായിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഈ ഒരു ജനറേഷനിലെ അച്ഛനമ്മമാർ കൺട്രോളിംഗ് ഇല്ലാതെയാണ് പെരുമാറുന്നത്. ഇനിയും സ്നേഹിക്കുന്ന കാര്യത്തിലാണെങ്കിലും, കൊഞ്ചിക്കുന്ന കാര്യത്തിലാണെങ്കിലും, ഭക്ഷണ സാധനങ്ങൾ മേടിച്ചു കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും ഒരു കൺട്രോളിംഗ് എന്ന് പറയുന്നൊരു പരിപാടിയേ ഇല്ല.
ശരിക്കും അവരോട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുവാണെങ്കിൽ എന്തിനാണ് കുഞ്ഞുങ്ങളെ ഇങ്ങനെ വഷളാക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛന്മാരോ അല്ലെങ്കിൽ അമ്മമാരോ ഒക്കെ പ്രധാനമായിട്ട് ഈ കാര്യത്തിൽ അച്ഛന്മാരെ ഞാൻ പറയത്തുള്ളൂ കേട്ടോ. അച്ഛന്മാർ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, എനിക്ക് ഇതൊന്നും കിട്ടിയില്ല, എനിക്ക് ഈ കാര്യങ്ങളൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ നേടിക്കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ മേടിച്ച് കൊടുക്കട്ടെ, അവർ സന്തോഷിക്കട്ടെ, എനിക്ക് സന്തോഷിക്കാൻ പറ്റിയില്ല. ഇത് ശരിക്കും പറഞ്ഞ ഒരു മുടന്തന്യായമല്ലേ? എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അന്ന് എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഇന്ന് എൻ്റെ കൊച്ചുങ്ങൾക്ക് കൊടുക്കുക എന്ന് വെച്ചാൽ വാരി വലിച്ച് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ സന്തോഷിക്കുമോ? അതല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചർ എന്താണ്? ഇങ്ങനെ ഒരു ചിന്തയേ ഇല്ല. അത് ഒരു വലിയൊരു ഘടകം തന്നെയാണ്. പണ്ടുള്ളവർ പറയും അമൃതാണെങ്കിലും അധികമാണെങ്കിൽ വിഷമാണെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പോഴത്തെ പേരൻസ് ചിന്തിക്കുന്നതേ ഇല്ല. ഞങ്ങൾക്ക് അന്ന് കിട്ടാത്ത കാര്യങ്ങളൊക്കെ കടം മേടിച്ചാണെങ്കിലും അങ്ങ് കൊടുക്കുകയാണ്. ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? ശരിക്കും ഇനി ഒരു പക്ഷേ ഇപ്പം നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യങ്ങളുണ്ടായിരിക്കും അല്ലേ? പക്ഷേ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നമ്മൾക്ക് ഇങ്ങനെ മേടിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നിൽക്കാനോ ഒരു സാധ്യതയില്ലാത്ത വരുന്ന ഒരു ഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത് എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു മൈൻഡ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. അവർ ഒരിക്കലും ഭാവിയെപ്പറ്റിയോ അല്ലെങ്കിൽ ഭൂതകാലങ്ങളെ പറ്റിയോ ഒന്നും അവർ ഓർക്കാറില്ല. അവരുടെ മുന്നിൽ ഏത് സമയത്തും വർത്തമാനം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ കാര്യവും ഇനി വരാൻ പോകുന്ന കാര്യവുമല്ല, ഇപ്പോൾ നടക്കുന്ന കാര്യം എന്താണോ അതിൽ മാത്രമാണ് കുഞ്ഞുങ്ങളുടെ മനസ്സും കുഞ്ഞുങ്ങളുടെ കണ്ണും. അല്ലെങ്കിൽ അന്ന് അച്ഛൻ ഒരുപാട് സാധനങ്ങൾ മേടിച്ചു തന്നിരുന്നു, ഇനി അച്ഛന് കാശുള്ളപ്പോൾ മേടിച്ചു തരും, അതുകൊണ്ട് ഞാനിപ്പോൾ സമാധാനമായിട്ടിരിക്കാമെന്ന് ഒരു കുട്ടികളും വിചാരിക്കില്ല. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തു, ഇനി ചെയ്യാൻ കിടക്കുന്നു എന്നൊന്നുമല്ല കുഞ്ഞുങ്ങൾ ചിന്തിക്കുന്നത്. ഇപ്പോഴെൻ്റെ അച്ഛനും അമ്മയും എനിക്ക് എന്താണ് ചെയ്യുന്നത്, എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴെനിക്ക് ചെയ്തു തരുന്നുണ്ടോ? നോ എന്നാണ് അവിടെ ആൻസർ എങ്കിൽ അവർക്ക് അച്ഛനും അമ്മയും ഒക്കെ വെറുക്കപ്പെട്ടവരാകും. അപ്പോൾ തുടക്കം മുതലേ കൺട്രോൾ എന്നുള്ള ആ ഒരു വേർഡ് എല്ലാ പേരൻസിൻ്റെയും മൈൻഡിൽ സെറ്റാക്കണം. എല്ലാ കാര്യങ്ങളിലും, ഭക്ഷണ കാര്യത്തിലാണെങ്കിലും ടൂറ് പോകുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഒരു മിതമായിട്ട് ചെയ്തു പോയില്ല എങ്കിൽ കുഞ്ഞുങ്ങളെ നമ്മൾ വേറെ ഏതോ ഒരു ലോകത്തൂടെ കൊണ്ടുപോവുകയാണ്. ഒരു റിയാലിറ്റി അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് അതിജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കൺട്രോൾ എന്നുള്ള വാക്ക് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കണം. യെസ് ഫ്രണ്ട്സ്, അപ്പോൾ ടിപ്പ് നമ്പർ 2, കുഞ്ഞുങ്ങളിൽ കുറ്റബോധം എന്ന വികാരം ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഇത് തീർച്ചയായും ഇപ്പോഴത്തെ കുട്ടികളിൽ ഇല്ലാത്തൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം ഞാൻ കൂടുതലും അച്ഛന്മാരെ മാത്രമേ പറയത്തുള്ളൂ. ശരിക്കും പറഞ്ഞാലേ നിങ്ങൾ കാവടിയാട്ടം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂടുതലായിട്ടും 2 സന്ദർഭങ്ങളിലാണ് കാവടിയാട്ടം കൂടുതലും കണ്ടിട്ടുള്ളത്. അതിലൊന്ന് ഞങ്ങളുടെ ക്ഷേത്രം കലഞ്ഞൂർ മഹാദേവ ക്ഷേത്രമാണ്. അവിടെ ശിവരാത്രിയോടനുബന്ധിച്ചിട്ട് ഈ കാവടിയാട്ടം നടക്കാറുണ്ട്. അന്നേരം കുഞ്ഞുനാളിലെ മുതൽ ഞാൻ അവിടെ നിന്നാണ് ഈ കാവടിയാട്ടം കണ്ടിട്ടുള്ളത്. ഇനി സെക്കൻഡ് നമ്മുടെ പഴനിയിൽ നമ്മൾ പഴനി അമ്പലത്തിലൊക്കെ പോകുമ്പം അവിടെ കാവടിയാട്ടം കണ്ടിട്ടുണ്ട്. മൂന്നാമത് ഞാൻ കണ്ടിട്ടുള്ള കാവടിയാട്ടം എവിടെയാണെന്നറിയാമോ? ഇപ്പോഴത്തെ ന്യൂജൻ അച്ഛന്മാരുടെ തോടിലാണ് ഇപ്പോഴത്തെ കാവടിയാട്ടം നടക്കുന്നത്. കുഞ്ഞുങ്ങളും കൊണ്ട് ജനിച്ചൊരു 2-3 മാസം കഴിയുമ്പോൾ മുതലേ കാവടിയാട്ടം തുടങ്ങുവാണ്. കാവടിയാട്ടം എന്ന് പറഞ്ഞാലും പോരാ, താഴത്തും വെക്കത്തില്ല, എന്താ പറയുക, തലയിലും വയ്ക്കാത്ത പരുവത്തിൽ കാവടിയാട്ടമാണ് പിള്ളേരെ കൊണ്ട്. എന്ന് വെച്ചാൽ അയ്യോ നമ്മളെന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ അയ്യോ എൻ്റെ അച്ഛൻ എന്നെ അങ്ങനെ തൊട്ടിട്ടില്ല, എടുത്തിട്ടില്ല, സ്നേഹിച്ചിട്ടില്ല, കൊഞ്ചിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ ഞാനങ്ങ് കൊഞ്ചിക്കുവാണെന്ന് പറയും. അതോ ഇനിയിപ്പോൾ അമ്മമാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാലോ, ഭയങ്കര അഭിമാനമാണ്, എൻ്റെ ദൈവമേ ഒന്നും പറയണ്ടാടി, എൻ്റെ ചേട്ടനാണെങ്കിൽ ഫുൾ ടൈം കുഞ്ഞിനെ അങ്ങ് കൊഞ്ചിക്കില്ല, അയ്യോ എൻ്റെ അച്ഛനൊക്കെ ആണെങ്കിൽ എന്നെ നോക്കിയിട്ട് പോലുമില്ല, അയ്യോ ഒന്നും പറയണ്ടാടി എന്ന് പറയും. അപ്പോൾ അടുത്ത ആണോടി, അയ്യോ എൻ്റെ ചേട്ടൻ ഇതിൻ്റെ അപ്പുറത്തെയാടി, കുഞ്ഞിനെ എന്തൊക്കെയാവുമെന്ന് ഇങ്ങോട്ട് ഓഫീസിൽ നിന്ന് വന്ന് കഴിഞ്ഞാൽ പിന്നെ താഴെ വെക്കത്തില്ല, ഞാൻ പാല് കൊടുക്കാനും ചോറ് കൊടുക്കാനും ഒക്കെ ഞാൻ ബലമായിട്ട് പിടിച്ചാണ് എടുക്കുന്നതെന്ന് പറയും. അതേപോലെ അങ്ങ് കൊഞ്ചീര ഇങ്ങനെ കൊഞ്ചിച്ച് ഇത് 1 വയസ്സോ 2 വയസ്സോ 3 വയസ്സോ കൊണ്ടൊന്നും ഈ കൊഞ്ചീര് തീരത്തില്ല. കണ്ടിന്യൂസ് ഒരു 5-6 വർഷം കറക്റ്റ് ഇങ്ങനെ കാവടിയാട്ടമാണ്. അത് കഴിഞ്ഞ് കുഞ്ഞിനെ കൊണ്ട് LKG UKG ഒക്കെ പഠിക്കാൻ വിടുമ്പം പിള്ളേർ ആ സമയം മുതലാണ് അച്ഛന്മാർക്ക് ടെൻഷൻ. എന്താണെന്നറിയോ? പറഞ്ഞാൽ കേൾക്കത്തില്ല, പഠിക്കത്തില്ല, അനുസരണയില്ല, അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വരും. അപ്പോഴെന്താണ്? അച്ഛനിങ്ങനെ ചിന്തിക്കും,
എൻ്റെ പൊന്നച്ചോ ഞാൻ ദാ വരുന്നേ, ഒറ്റ ടിസ്റ്റാ. എന്തുവാ, എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നെ അച്ഛാ സത്യം, ഇത്രയൊന്നും പിള്ളേരെ ഒന്നും കൊഞ്ചിക്കുകയും വാരുകയും ഒന്നും ചെയ്യല്ലേ എന്നും പറഞ്ഞിട്ട് തലേന്ന് കാവടി എടുത്ത് താഴോട്ട് വയ്ക്കും. അടുത്തത് എന്താണ്, കോമരം തുള്ളുക. പിന്നെ വിചാരിക്കും എൻ്റെ അച്ഛൻ ചെയ്ത കാര്യം തന്നെ നല്ലത്, നല്ല പോലെ അങ്ങോട്ട് ഇവന്മാരെയൊക്കെ അങ്ങോട്ട് ദേഷ്യപ്പെട്ട് അടിച്ച് പിടിച്ച് അലറി വിളിച്ചാൽ മാത്രമേ ഇവന്മാരെ ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അനുസരിക്കത്തുള്ളൂ എന്നൊക്കെ അങ്ങോട്ട് ചിന്തിച്ചിട്ട് കോമരം തുള്ളല. ശരിക്കും പറഞ്ഞാൽ ഈ കോമരം കാണുമ്പോൾ പിള്ളേർക്ക് എന്താ, കൊള്ളാം, അച്ഛൻ്റെ ഫാൻസി ഡ്രസ് സൂപ്പർ. കാര്യം എന്താണെന്നറിയാമോ, ഇത്രയൊക്കെ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പിള്ളേരൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പോയിട്ട് 4 അടി കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ അട്ടഹസിക്കുക, അല്ലെങ്കിൽ എത്രമാത്രം ഒച്ചയെടുത്ത് അവരെ ഇങ്ങനെ അടിച്ചമർത്താൻ നോക്കുക. ഇതൊക്കെ ചെയ്താലും പിള്ളേർക്ക് പേടിയില്ല. കാരണം ഇതിപ്പോൾ എന്തുവാ, അച്ഛന് ഞാൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലും അച്ഛൻ എന്തെങ്കിലും 1-2 അടി തരും, അല്ലെങ്കിൽ അമ്മ 2 അടി തരും, അല്ലെങ്കിൽ 2 വഴക്കുണ്ടാക്കും. അത് കഴിഞ്ഞാൽ അത് തീർന്നു. അതും ചേർത്ത് കോംപ്ലിമെൻ്റ് എന്ന് പറയല്ലേ. പിന്നെ എങ്ങനെ പിള്ളേർക്ക് പേടി വരും? ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്താണ് നമ്മൾ ഈ 2ാമത്തെ ടിപ്പിൻ്റെ കാര്യം ഓർക്കേണ്ടത്. കുറ്റബോധം എന്ന വികാരം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പിള്ളേർക്കറിയാം അച്ഛനും അമ്മയും എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണെന്ന് പിള്ളേർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ പിള്ളേരോട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് 1-2 ദിവസം അല്ലെങ്കിൽ 2-3 ദിവസം അവരൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിണ്ടാതിരിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അവോയ്ഡ് ചെയ്യുക. ഒരു സാധനവും മേടിച്ച് കൊടുക്കാണ്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പകുതി ജയിച്ചു. അപ്പോൾ ചിലരുണ്ട് കുറച്ച് നേരം 1-2 മണിക്കൂറൊക്കെ മിണ്ടാതിരിക്കും, പിന്നെ ഭയങ്കര വിഷമമാണ്, അയ്യോ വേണ്ട മിണ്ടാതിരിക്കേണ്ട, അതങ്ങ് പെട്ടെന്ന് പോട്ടെ സാരമില്ല എന്നൊക്കെ പറയും. പക്ഷേ നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു ട്രാക്കിലൂടെ മുന്നോട്ട് പോകണം. എന്ന് വെച്ചാൽ നമ്മൾ അവഗണിക്കേണ്ട സമയത്ത് കുറച്ചൊരു അവഗണന കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർക്ക് ടെൻഷനാകും. അമ്മ 2 അടി തന്നോ അല്ലെങ്കിൽ അച്ഛൻ 2 അടി തന്നായിരുന്നെങ്കിലോ പിള്ളേർക്ക് ഇത്രയും ടെൻഷൻ വരത്തില്ല. പക്ഷേ മിണ്ടാതിരിക്കുമ്പോൾ പ്രയാസം തന്നെ. അപ്പോൾ പിള്ളേർ വിചാരിക്കും, അമ്മ അച്ഛനും മിണ്ടുന്നില്ലല്ലോ, അത് കുട്ടികൾക്ക് വിഷമമാകും. അപ്പോൾ കുട്ടികൾ വന്നിട്ട് ഓട്ടോമാറ്റിക്ക് ഞാൻ ചെയ്തത് തെറ്റാണ്, ആ കുറ്റത്തെപ്പറ്റി ഒരു ബോധ്യം ഉണ്ടാകും. അതാണ് കുറ്റബോധം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് വന്ന് പറയും, സോറി ഇനി അത് ചെയ്യില്ല. അത് നിങ്ങൾ അവിടെ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുമോ? നിങ്ങൾ പക്ഷേ അങ്ങോട്ട് കയറി ഒരിക്കലും മിണ്ടാൻ പോകരുത്. അവർക്ക് അതിനുള്ളൊരു സാവകാശം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്താൽ ഉറപ്പായിട്ടും ഈ കുറച്ച് വിളവന്മാരെയൊക്കെ നമുക്കൊരു 50% അവിടെ സെറ്റാക്കിയെടുക്കാം. ടിപ്പ് നമ്പർ 3 എന്താണ്? അനാവശ്യ സെൻറ്റിമെൻസിൽ വീഴരുത്. നമ്മൾ എപ്പോഴാണെങ്കിലും ഈ പിള്ളേരെ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, നമ്മളൊരു സിനിമയിൽ കേട്ടായിരുന്നു, ഈ ലൈഫ് ബോയ് പരസ്യത്തിൽ ഈ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 കൃമികളെ കാണിക്കുന്നത് പോലെ എല്ലായിടത്തും കുറച്ച് വിളവന്മാർ കാണും. അമ്മ അച്ഛന് 2 ദിവസം മിണ്ടാതല്ലേ ഇരിക്കുന്നുള്ളൂ, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തെറ്റുകൾ വീണ്ടും ആവർത്തിക്കാനുള്ള ടെൻഡൻസിയുള്ള ഒരു കൂട്ടം പിള്ളേരുണ്ട്. ഇവരെ നമുക്ക് ട്രാക്കിലൊന്ന് കൊണ്ടുവരണ്ടേ? അതിന് ഞാൻ ഒരു കോട്ട് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാ പേരൻസും മനസ്സിൽ ആലോചിക്കേണ്ട നല്ലൊരു കോട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത്, ഞങ്ങൾക്കിഷ്ടമുള്ളത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കിഷ്ടമുള്ളത് ഞങ്ങൾ ചെയ്യും, ഞങ്ങൾക്കിഷ്ടമുള്ളത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ളത് ഞങ്ങൾ ചെയ്യില്ല. മനസ്സിലായോ? സംഗതി ഒന്നുകൂടെ സ്ലോയിൽ പറഞ്ഞുതരാം. ഞങ്ങൾക്കിഷ്ടമുള്ളത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കിഷ്ടമുള്ളത് ഞങ്ങൾ ചെയ്യും, ഞങ്ങൾക്കിഷ്ടമുള്ളത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ളത് ഞങ്ങളും ചെയ്യില്ല. ഉറപ്പാണോ? ഇവിടെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഈ ഒരു വചനം എപ്പോഴും ഓർത്തുകൊണ്ടിരുന്നാൽ ഇവന്മാരെ നമുക്ക് കറക്റ്റായിട്ട് കൺട്രോളിൽ കൊണ്ടുവരാമെന്നേ. കാരണം ഈ പിള്ളേരുടെയൊക്കെ മനസ്സിൽ എപ്പോഴും ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയാമോ? നല്ല ഫുഡടി, ഫുൾ ടൈം മൊബൈൽ, TV, പിന്നെ കുഴിമന്തി, അൽഫാം, എന്തൊക്കെയോ പേരുകളൊക്കെ എനിക്കറിയാൻ പാടില്ല. ഇതിലൊക്കെ പിള്ളേർ വീണ് കിടക്കുക. ഇതൊക്കെ പണിഷ്മെൻറ്റ് അങ്ങോട്ട് കൊടുക്കുക. ഇത്ര ദിവസം ഞങ്ങൾ മേടിച്ച് തരത്തില്ല, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തില്ലെങ്കിലേ ഇതൊന്നും മക്കളെ നടക്കത്തില്ല. സ്ട്രോങ് ആയിട്ടിരിക്കുക. ഇവിടെ നിങ്ങൾ സെൻറ്റിമെൻസിൽ ഒരു കാരണവശാലും വീണാൽ തീർന്നു. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ചില കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റൊക്കെ കാണിക്കുമ്പോഴുണ്ടല്ലോ, ഈ അച്ഛനും അമ്മയൊക്കെ പോയിട്ട് ഒരു കൊട്ടൊക്കെ കൊടുക്കും. ചിലപ്പം വല്ല ഈർക്കിലും കൊണ്ടൊക്കെ ആയിരിക്കും, എങ്കിലും ചെറിയ തെണുത്ത പാടൊക്കെ കുറച്ച് നേരം കിടക്കും. ഇത് ചിലപ്പോൾ ഈ ഈവനിങ് ടൈമിലൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, എന്നിട്ട് പിള്ളേർ ഇതൊക്കെ കഴിഞ്ഞിട്ട് പോയി സുഖമായിട്ട് കിടന്നുറങ്ങും. അന്ന് രാത്രി ഉറക്കമില്ലാത്ത രാവുകൾ. ഈ അവളുടെ രാവുകൾ എന്ന് പറയുന്ന പോലെ അവൻ്റെ രാവുകളും കൂടാണ് അന്ന്. എന്താ സംഭവം എന്നറിയാവോ? ആദ്യം അമ്മ എഴുന്നേൽക്കുന്നു, കൊച്ചിൻ്റെ മുഖത്തെ അല്ലെങ്കിൽ കയ്യിലോ കല്ലോ എവിടെയെങ്കിലും തൊടയിലോ വല്ലതും ആയിരിക്കും, ആ പാട് കാണുന്നു.
വയ്യ. ഹാർട്ട് അറ്റാക്ക്, അന്ന് ഹാർട്ട് അറ്റാക്ക് വരെയുള്ള സാധ്യതയാണ്. നോക്കുന്നു, അയ്യോ ചങ്ക് പൊട്ടുന്നു, കിടക്കുന്നു. അയ്യോ എൻ്റെ പൊന്നുമോനെ, നാളെ ഞാൻ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുക്കണം, എൻ്റെ അമ്മോൻ്റെ വിഷമം മാറ്റണം. ഇനി പൈസ ഇല്ലെങ്കിൽ ഞാൻ വള പണയം വെച്ചിട്ട് അതിൽ നാളെ എനിക്ക് അവന് ഇഷ്ടമുള്ളതെല്ലാം മേടിച്ച് കൊടുക്കും. അമ്മ കിടക്കുന്നു, അതേ സ്പോട്ടിൽ അച്ഛൻ എഴുന്നേൽക്കുന്നു, പാട് നോക്കുന്നു. അവൾ വളയില്ലേ കൊടുക്കുന്നത്, ഞാൻ മോതിരം പണയം വയ്ക്കും, എല്ലാം ഞാൻ മേടിച്ച് കൊടുക്കും. ഈ ഒരു നശിച്ച സെൻറ്റിമെൻറ്റ്സ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട കൊച്ചുങ്ങളെ, ഒരു കാരണവശാലും നിങ്ങളും രക്ഷപ്പെടത്തില്ല, നിങ്ങളുടെ മക്കളും രക്ഷപ്പെടത്തില്ല. ഞാൻ 100% ഉറപ്പ് തരാം. നശിച്ച ഈ സെൻറ്റിമെൻറ്റ്സ് മാറ്റി വയ്ക്കാവോ? രക്ഷപ്പെടും. നിങ്ങളും രക്ഷപ്പെടും, നിങ്ങളുടെ മക്കളും രക്ഷപ്പെടും. ഉറപ്പല്ലേ? മാറ്റി വയ്ക്കാവോ? യെസ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ 2-3 ടിപ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ടിപ്സിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഉഴപ്പന്മാരായ കുട്ടികളെയും തർക്കുത്തരം പറയുന്ന കുട്ടികളെയൊക്കെ ട്രാക്കിലാക്കുന്നത് എങ്ങനെയാണെന്ന് വരെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി എന്നത് ഇവരെയൊക്കെ പിടിച്ച് കൺട്രോളിലാക്കി നമ്മുടെ ട്രാക്കിൽ കൊണ്ടുവന്നിട്ട് ഇനി അവരെ മിടുക്കന്മാരാക്കണം, പഠിക്കാൻ മിടുക്കന്മാരാക്കണം. അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് വീഡിയോയിൽ ഞാൻ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാം. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും മുടങ്ങാതെ കാണുക.